നമസ്കാരം. ഹാൻഡ് എംബ്രോയിഡറി സ്റ്റിച്ചസ് ട്യൂട്ടോറിയലിൻ്റെ 7ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ബട്ടൺ ഹോൾ സ്റ്റിച്ചസിൻ്റെ 11 വേരിയേഷൻസ് ആണ്. അതിലാദ്യം സാധാരണ ബട്ടൺ ഹോൾ സ്റ്റിച്ച്. നൂല് മുകളിലേക്ക് എടുത്തു, 2 പാരലൽ ലൈൻ വരച്ചിട്ടുണ്ട്. ഇതിന് വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ വിശദീകരണങ്ങളൊന്നും തരുന്നില്ല. എന്നാൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ആവശ്യമുള്ളവർക്കത് കാണാം. ബട്ടൺ ഹോൾ സ്റ്റിച്ചസിന് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എന്നും പറയാറുണ്ട്. കാരണം ബ്ലാങ്കറ്റുകളുടെ വക്കുകൾ തയ്ക്കാൻ ഈ സ്റ്റിച്ചാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത് നമ്മൾ ചെയ്യുന്ന സ്റ്റിച്ചാണ് നോട്ടഡ് ബട്ടൺ ഹോൾ സ്റ്റിച്ച്. അതേ നമുക്ക് ലൈൻ ഒന്ന് ശരിയാക്കാൻ അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കും. ശേഷം ഇവിടെ കുത്തി സൂചിയുടെ അടിയിലൂടെ എടുത്ത് ഈ വശത്തൂടെ അടിയിലൂടെ എടുത്ത് സൂചി വലിക്കും. കണ്ടോ, ഇവിടെ ഒരു കെട്ട് വന്നു. ഇതാണ് നോട്ടഡ് ബട്ടൺ ഹോൾ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് തുടർച്ചയായി ചെയ്യാം. സൂചി ഇതിലേക്ക് കുത്തി എടുത്തു, ഇതിനടിയിലൂടെ എടുത്ത് വീണ്ടും സൂചി നൂല് ഇതിൻ്റെ അടിയിലൂടെ എടുത്ത് നമുക്ക് തിരിച്ചും ഈ സ്റ്റിച്ച് ചെയ്യാം. അതായത് മുകളിൽ നിന്ന് താഴോട്ട് കുത്തി ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. അടുത്ത സ്റ്റിച്ചാണ് ക്ലോസ്ഡ് ബട്ടൺ ഹോൾ സ്റ്റിച്ച്. ട്രയാങ്കിൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് എന്നും പറയും. ഇവിടെ ഇട്ട് കൊടുക്കാം. ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്ക് സൂചി ഇങ്ങനെ കുത്തി നൂലടിയിലൂടെ എടുത്ത് ഇങ്ങനെ വലിക്കാം. ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. വീണ്ടും സൂചി ഇതിലെടുത്ത് വലിക്കും. ഒരു ട്രയാങ്കിൾ ഷേപ്പ് നമുക്കിങ്ങനെ കിട്ടത്തക്ക രീതിയിൽ സൂചി കുത്തി മുകളിലേക്കെടുത്ത ബട്ടൺ ഹോൾ സ്റ്റിച്ചസ് തയ്ക്കാം. ട്രയാങ്കിളുകൾ നമുക്ക് അടുപ്പിച്ച് ഉണ്ടാക്കാം, കുറച്ച് വിട്ട് വിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. അടുപ്പിച്ചുണ്ടാക്കുമ്പോൾ നല്ല ചെറിയ ചെറിയ ട്രയാങ്കിൾസ് കിട്ടും. ഇങ്ങനെ നമ്മൾക്ക് തുടർച്ചയായിട്ട് ചെയ്യാം. ഇതാണ് ട്രയാങ്കിൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് അഥവാ ക്ലോസ്ഡ് ബട്ടൺ ഹോൾ സ്റ്റിച്ച്. അടുത്ത സ്റ്റിച്ച്
ട്രിപ്പിൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച്. സൂചി മുകളിലേക്ക് എടുത്തു, കുറച്ച് ചരിച്ച് താഴെ നിന്ന് മുകളിലേക്ക് കുത്തി എടുക്കാം. ഇതുപോലെ രണ്ടാമത് അതേ പോയിന്റിൽ നിന്നും സ്ട്രെയിറ്റ് ആയിട്ട് നേരെ മുകളിലേക്ക് കുത്തി സൂചിക്ക് നൂല് അടിയിലൂടെ എടുത്ത് ഇതുപോലെ വലിക്കാം. മൂന്നാമത് അതേ പോയിന്റിൽ നിന്ന് വീണ്ടും ഇങ്ങനെ കുറച്ച് ചരിച്ച് ഇതുപോലെ നൂല് വലിക്കാം. ഇതാണ് ട്രിപ്പിൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് അഥവാ ട്രിപ്പിൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച്. ഇതുപോലെ നമ്മൾക്ക് തുടർച്ചയായിട്ട് ചെയ്യാം. അഞ്ചാമത്തെ സ്റ്റിച്ച് ക്രോസ്ഡ് ബട്ടൺ ഹോൾ സ്റ്റിച്ച്. നമുക്ക് നോക്കാം. അടുത്ത സ്റ്റിച്ച് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ലോങ് ആൻഡ് ഷോർട്ട്. നമുക്ക് സ്റ്റിച്ച് നോക്കാം. അടുത്ത സ്റ്റിച്ച് ഡബിൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച്. അതിനായിട്ട് ഞാനൊരു ലെയർ തയ്ച്ചു കഴിഞ്ഞു. ഇനി ഒരു ലെയർ കൂടെ നമ്മൾ തയ്ക്കണം. ഇതുപോലെ സൂചി കുത്തി നൂലിതുപോലെ ചുറ്റി തയ്ക്കാം. നമ്മളിവിടെ നിന്ന് കുത്തി ഇവിടെ എടുക്കുമ്പോൾ ഇവിടെ ഒരു ലൈൻ ഞാൻ വരച്ചിട്ടുണ്ട്. ആ ലൈനിൽ ടച്ച് ചെയ്യാതെ അതിന് തൊട്ട് മുമ്പ് സൂചി പുറത്തേക്ക് എടുത്തിട്ട് നൂലിങ്ങനെ ചുറ്റുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അല്ല ആ വരയിലാണ് നമ്മൾ കുത്തുന്നതെങ്കിൽ സ്റ്റിച്ച് കുറച്ചുകൂടെ തള്ളി നിന്ന് അത്രയ്ക്ക് ഭംഗി വരില്ല. കൃത്യമായിട്ടുള്ള ഒരു ഭംഗി അല്ലെങ്കിൽ കൃത്യമായ ഷേപ്പിൽ അത് വരണമെങ്കിൽ ആ ലൈനിൻ്റെ തൊട്ട് താഴെ നമ്മൾ സൂചി മുകളിലേക്ക് എടുക്കണം. സ്റ്റിച്ചുകൾ നമുക്കെല്ലാം ചെയ്യാമെങ്കിലും അത് ഭംഗിയായിട്ടും ഓർഡറായിട്ടും ഇരുന്നില്ലെങ്കിൽ സ്റ്റിച്ച് കാണാൻ ഭംഗിയുണ്ടാവില്ല.
നമ്മളിനി ചെയ്യുന്നത് ഡബിൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് തന്നെയാണ്. എന്നാൽ ഇത് ഉള്ളിലേക്കാണ് തയ്ച്ചിരിക്കുന്നതെങ്കിൽ പുറത്തേക്ക് തയ്ക്കുന്ന സ്റ്റിച്ചാണ് ഇനി ചെയ്യുന്നത്. 3 പാരലൽ ലൈൻ വരച്ചിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിലുള്ള ലൈനിൽ നിന്ന് സൂചി ഞാൻ മുകളിലേക്ക് എടുത്തു. അടുത്ത സ്റ്റിച്ചാണ് ക്ലോസ് ബട്ടൺ ഹോൾ സ്റ്റിച്ച്. പേര് പോലെ തന്നെ ബട്ടൺ ഹോൾ സ്റ്റിച്ച് തന്നെയാണിത്. എന്നാൽ വളരെ അടുപ്പിച്ച് ആണ് ചെയ്യുന്നത്. വളരെ അടുപ്പിച്ച് സ്റ്റിച്ചസ് ചെയ്തു പോകാം. സാധാരണ എംബ്രോയിഡറി ഡിസൈൻ ഫില്ല് ചെയ്യാനൊക്കെ ഇത് വളരെ നല്ല സ്റ്റിച്ചാണ്. സ്റ്റിച്ച് അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ ഹോൾ സ്റ്റിച്ച്. അടുത്ത സ്റ്റിച്ചാണ് ട്വിൻ ടാങ്കിൾഡ് ബട്ടൺ ഹോൾ സ്റ്റിച്ച്. ഈ സ്റ്റിച്ച് കാഴ്ചയിൽ അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ ഹോൾ സ്റ്റിച്ച് പോലെ തോന്നുമെങ്കിലും വളരെ വ്യത്യസ്തമായ സ്റ്റിച്ചാണ് ട്വിൻ ടാങ്കിൾഡ് ബട്ടൺ ഹോൾ സ്റ്റിച്ച്. ഇതിന് ട്വിൻ ടാങ്കിൾഡ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എന്നും പറയും.
സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഓർപ്പിക്കുന്നു. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യുകയും ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിന് മറുപടി നൽകുന്നതാണ്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായിട്ടും മറ്റൊരു നല്ലൊരു ട്യൂട്ടോറിയലുമായിട്ട് കടന്നു വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ കണ്ടതിന് നന്ദി. നമസ്കാരം.